അടുത്തതായി മോഷൻ ഇൻ എ പ്ലെയിനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നുണ്ട്. ഇനി എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ ടി 2 സെക്കൻഡ് ടു 3 സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് മുതലുള്ള വെലോസിറ്റി ഞങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ്? 10 മുതൽ 2 സെക്കൻഡിൽ 10 ആണ്, 3 സെക്കൻഡിൽ 30 ആണ്. അപ്പോൾ 10 നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എന്താണ്? 30 ആണ്. അതായത് 2 സെക്കൻഡിൽ 10ഉം 3 സെക്കൻഡിൽ 30 ആണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ 30 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ ടൈം മീൻസ് 1 സെക്കൻഡാണ് ഡിഫറൻസ്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ വെലോസിറ്റി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ഷോ ദാറ്റ് ഇറ്റ് ഈസ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. ഇതിൻ്റെ ആക്സലറേഷൻ ഇൻക്രീസിങ് വിത്ത് ടൈം ആണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ വെലോസിറ്റി എന്തായിരിക്കും? ഡി എക്സ് ബൈ ഡി ടി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡി എക്സ് ബൈ ഡി ടി ആകുമ്പോൾ ഡി ടി സ്ക്വയർ ബൈ ഡി ടി. അതിനെ ചെയ്താൽ 3t സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ആക്സലറേഷൻ്റെ ടൈമിൽ മാറ്റും. എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇതാണ് വെലോസിറ്റി കിട്ടിയത്. അപ്പം എന്താണ്? ഡി 3t സ്ക്വയർ ബൈ ഡി ബൈ ഡി ടി ഓഫ് 3t സ്ക്വയർ ഈക്വൽ ടു 6. 2 വരുമ്പോൾ 6 ഇൻറ്റു ടി 60 ആണ്. അപ്പോൾ 1 സെക്കൻഡിൽ എന്താണ്? നമുക്ക് നോക്കാം. 1 സെക്കൻഡിൽ 6 ഇൻറ്റു ടി ആണ് ഇതിൻ്റെ ആക്സലറേഷൻ വരുന്നത്. അപ്പോൾ എന്താണ്? 6. 2 സെക്കൻഡിലോ 6 ഇൻറ്റു 2 12. ദാറ്റ് മീൻസ് എന്താണ്? ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1 2 3 4 5 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇത് 1 2 3 4 5 6. ഈ 1 കൂടുമ്പോൾ തന്നെ ഇവിടെ എത്തുന്നുണ്ട് 6 എത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാഫ്. അപ്പോൾ എന്താണ്? അത് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. Average velocity is the total velocity between an interval of time. Instantaneous velocity is the velocity at an instant of time. When does the average velocity become equal to instantaneous velocity? ഒരു ബോഡി യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് അത് എന്തുള്ള ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ. കാരണം എന്താണ്? യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് വെച്ചാൽ ഈക്വൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ അറ്റ് എ പർട്ടിക്കുലർ ടൈമിലുള്ള അതിൻ്റെ ടാൻജൻ്റാണ്. ഈ ഒരു നേർക്കുള്ള ലൈനിൻ്റെ ടാൻജൻറ്റ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു ആവറേജ് വെലോസിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയും സെയിം ആണ്. അതായത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ്റെ ഈ ഒരു തരത്തിലുള്ള ഗ്രാഫിന് എപ്പോഴും എന്താണ്? വെലോസിറ്റി ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സെയിം ആണ്. അടുത്തത്, എ കാർ ട്രാവൽസ് ഫ്രം എ ടു ബി ആൻഡ് അറ്റ് 60 km/h ആൻഡ് റിട്ടേൺസ് ടു എ അറ്റ് 90 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കും വരുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയും ചെയ്തു, അയാൾ നേരെ തിരിച്ച് എയിലേക്കും വന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റിയാണ്. വെലോസിറ്റി നിങ്ങൾക്കറിയാം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ചു വന്നു, ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ എത്തി. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതും 0 ആയിരിക്കും. ഓക്കെ, 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അതിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അവിടെയും പോയി തിരിച്ചിങ്ങോട്ടും വന്നു, സെയിം ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഇക്വേഷനാണ് 2v1 v2 ബൈ v1 പ്ലസ് v2. അവിടെ കൊടുത്താൽ 72 മീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡ്, ആവറേജ് സ്പീഡ് കിട്ടും. ഇതാണ് ആവറേജ് വെലോസിറ്റി. അടുത്തത്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ 6th ക്വസ്റ്റ്യൻ ആണ്. ആക്സലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അത് നമുക്കറിയാം. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? എക്സ്പ്ലെയിൻ.
ഒരു ബോഡിക്ക് വെലോസിറ്റി ഇല്ലാതെ ആക്സലറേഷൻ ഉണ്ടാവാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫിന് എന്താണ് വെലോസിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്സലറേഷൻ ഗ്രാഫിലേക്ക് കടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് എന്താണ് കോൺസ്റ്റൻറ്റ് ഇതാണ്. അതേപോലെ തന്നെ ഇവിടെ വെലോസിറ്റി ഇല്ലെങ്കിൽ എന്താണ് ആക്സലറേഷനും ഇല്ല നമുക്കറിയാം. ഓക്കെ, ഒരു ബോഡിക്ക് വെലോസിറ്റി ഉണ്ടെങ്കിൽ ആക്സലറേഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളോട് ചോദിക്കേണ്ട അങ്ങനെ പോസിബിൾ ആണോ എന്നാണ്. പക്ഷേ പോസിബിളാണ്. എങ്ങനെ? ഒരു ബോഡിയെ മേലേക്ക് എറിയുകയാണെന്ന് കരുതുക. നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരു കല്ലിനെ ഒരാൾ മുകളിലേക്ക് എറിഞ്ഞു. അത് സ്പീഡിൽ പോയി സ്പീഡ് കുറഞ്ഞ് അവസാനം ഹയ്യസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അത് നിൽക്കും. പിന്നെ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് വരണം അല്ലേ. പിന്നെ നേരെ തിരിച്ച് വരാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഒരു എന്താണ് റെസ്റ്റിലാണ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ റെസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് തിരിച്ചു വരുന്നു അല്ലേ. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഹയസ്റ്റ് പോയിന്റിലെത്തുന്നു, നേരെ തിരിച്ചു വരുമ്പോൾ ഒന്ന് ഹയസ്റ്റ് പോയിന്റിലെത്തുന്നു, റെസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു വരും. ഓക്കെ, ആ ഒരു പൊസിഷനിൽ അത് റെസ്റ്റിലാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ അത് റെസ്റ്റാണ്, അതിൻ്റെ വെലോസിറ്റി 0. പക്ഷേ ആ ഒരു പൊസിഷനിലും അതിന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ it is possible for a body to have acceleration G without velocity ഇല്ല, 0 ആണ്. at the highest point when a body is projected upward at the highest point the velocity is 0 and the acceleration is acceleration due to gravity. അടുത്ത, draw the velocity time graph of a body moving with the uniform acceleration a and initial velocity v0. അതായത് ഇവിടെ പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി v0 ഉള്ള ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ബോഡി വരക്കാൻ പറയാണ്. യൂണിഫോം ആക്സലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആക്സലറേഷൻ ഇറ്റ് കവർ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഇതാണ് ആ ഗ്രാഫ് നമ്മൾ ചെയ്താണ്. യൂസിങ് ദ എബോ ഗ്രാഫ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം. ഇത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ലെക്ചർ പറയുമ്പോൾ ഇതൊക്കെ ചെയ്തതാണ്. ആ ലെക്ചർ പഠിച്ചാൽ തന്നെ ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഷോൺ ബിലോ. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബിലോ ഈസ് ഷോൺ ബിലോ. ഡ്രോ ദ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് കോൺസ്റ്റൻ്റ് ആക്സലറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റൻ്റ് ആക്സലറേഷനിൽ പോകണമെങ്കിൽ എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കണം? ഇങ്ങനെയായിരിക്കണം. ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഇത് കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ എന്താണ്? ഇതാണ് ഈക്വൽ ചേഞ്ച് ഇൻ ടൈം. കാരണം ഇതിൻ്റെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ആംഗിൾ നിങ്ങൾ നോക്കിയാൽ മതി, പോസിറ്റീവ് ആണെന്ന്. അതുമാത്രമല്ല എല്ലാ സമയവും ഈക്വൽ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അറൈവ് അറ്റ് എ റിലേഷൻ കണക്റ്റിംഗ് വെലോസിറ്റി ആൻഡ് ടൈം ഫോർ എ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. വെലോസിറ്റിയും ടൈമും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മളോട് ഇവിടെ ഫോം ചെയ്യാൻ പറയുന്നത്. v=u+at എന്ന ഇക്വേഷനാണ് വെലോസിറ്റിയും ടൈമും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. അതായത് a=vt - v0/t ആണ് അല്ലേ. അതായത് ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. യെസ്, അങ്ങനെയാകുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ vt - v0 = at അല്ലേ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. a × t = vt - v0. vt = v0 - v0 അങ്ങ് പോകുമ്പോൾ +v0 ആവും. v0 + at. ഇത് നിങ്ങൾ പണ്ട് പഠിച്ച പോലെ v u+at എന്നും എഴുതാം. രണ്ടും സെയിം ആണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ v0 ആദ്യത്തെ വെലോസിറ്റി, ഇത് ഇനീഷ്യൽ വെലോസിറ്റി. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി, ഇതും ഫൈനൽ വെലോസിറ്റി, രണ്ടും സെയിം ആണ്.